ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ഇന്നും തുടരും. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 1/3 സംവരണം ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ ഇന്നലെ ലോക്സഭയിൽ വോട്ടെടുപ്പ് നടന്നെങ്കിലും പാസായില്ല. ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലാണ് ലോക്സഭയിൽ പാസ്സാകാത്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രഭരണ പ്രദേശ നിയമനിർമ്മാണ ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ ബിൽ എന്നിവയിലും ഇനി തുടർ നടപടികളുണ്ടാകില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 2ാം ഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് വടക്കൻ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ സുകാന്ത മജുംദാർ ഉൾപ്പെടെയുള്ളവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബങ്കുര, പുരുലിയ തുടങ്ങിയ ജില്ലകളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയും TMC അധ്യക്ഷയുമായ മമതാ ബാനർജി ഹൗറയിൽ പദയാത്രയ്ക്ക് നേതൃത്വം നൽകും. കോൺഗ്രസിനായി തെലങ്കാന മന്ത്രി മുഹമ്മദ് അസറുദ്ദീനും CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും റാലികളിൽ സംബന്ധിക്കും. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിവസം കൂടി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തിരുച്ചിറപ്പള്ളിയിലെ തുറയൂരിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ സംസാരിക്കും. DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ ഡിണ്ടിഗലിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. TVK അധ്യക്ഷനും നടനുമായ വിജയ് ചെന്നൈയിലെ പെരമ്പൂരിൽ വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ മലപ്പുറം പാങ്ങിലെ അമ്പലത്തറ HSSൽ പൊതുദർശനത്തിന് വെച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മന്ത്രി V ശിവൻകുട്ടി, MLAമാരായ PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി, AP അനിൽകുമാർ, ആബിദ് ഹുസൈൻ തങ്ങൾ, മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ സംസ്കാരം നടക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗാസയിലെ കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി കരാറെടുത്തിരുന്ന 2 ട്രക്ക് ഡ്രൈവർമാർ ഇസ്രയേലി വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി യുണിസെഫ്. വടക്കൻ ഗാസയിലെ മൻസൂറ വാട്ടർ ഫില്ലിംഗ് പോയിന്റിൽ പതിവ് ശുദ്ധജല വിതരണത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മേഖലയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായും സംഭവം അന്വേഷിക്കാൻ ഇസ്രയേൽ അധികൃതരോട് ആവശ്യപ്പെട്ടതായും യുണിസെഫ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടനും ഫ്രാൻസും നേതൃത്വം നൽകുന്ന വെർച്വൽ ഉച്ചകോടിയിൽ ഇന്ത്യയ്ക്ക് ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് അറിയിച്ചത്. ഇറാനുമായുള്ള സമഗ്ര സമാധാന കരാർ അന്തിമമാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ നാവിക ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശന മാർഗം പുനഃസ്ഥാപിക്കാനുള്ള ഇറാന്റെ നീക്കത്തിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്ന് ലോക പൈതൃക ദിനം. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തിന്റെ വൈവിധ്യം, ദുർബലത, സംരക്ഷണം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സംഘർഷങ്ങളുടെയും ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ സജീവ പൈതൃകത്തിനായുള്ള അടിയന്തര പ്രതികരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാൻ തുടർച്ചയായ ശ്രമം ഉറപ്പാക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പൈതൃക ദിന സന്ദേശത്തിൽ പറഞ്ഞു. വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമല അയ്യപ്പ ക്ഷേത്രനട ഇന്നടയ്ക്കും. ഇന്ന് സഹസ്ര കലശ അഭിഷേകം നടക്കും. ഇടവമാസ പൂജയ്ക്കായി നട വീണ്ടും അടുത്ത മാസം 14-ന് തുറക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 1,75,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ സൗദി അറേബ്യയിൽ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.